പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെടാത്ത ദൈവമേ, വിശുദ്ധ ദിവസനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞങ്ങളെ നിരന്തരം സഹായിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം. ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധനയുടെ മോളത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെല്ലാവരെയും വഴിയെടുത്തിക്കണമേ. നിരന്തരം മോളത്തെ കൃപകൾ അനുഭവിച്ച് ദൈവനാമത്തിൽ ജീവിപ്പാർക്ക് നിങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അവിടുത്തെ ദൂതങ്ങൾ ദിനത്തോളം നിങ്ങളെ കാഴ്ച നിർവഹിക്കാൻ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെല്ലാവരെയും വഴിയെടുത്തുള്ളൂ. യേശുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കേണ്ടതേ ആമേൻ. ദൈവനാമം സ്തുതിക്കാൻ ഞാൻ കീർത്തനം 21 കീർത്തനം 21. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ
സങ്കീർത്തനം 116. യഹോവയുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവികളിലേക്ക് യാചിച്ചുകൊണ്ട് ഞാൻ ദീവാറിന്റെ മലയപേക്ഷിക്കും. മരണവാസികളെന്നെ ചുറ്റി പാതാളവേദനകളെന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. എന്മേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദേശത്ത് എപ്പോഴും മുമ്പാകെ നടക്കും. സകല മനുഷ്യനും ഘോഷം പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ യഹോവയുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാവട്ടെ. ഇപ്പോഴും നേരത്തെ തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുകയും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് ദീർഘായുസ്സേ. കർത്താവിന്റെ നാമസ്തുതിക്കായി ജ്ഞാനകീർത്തനങ്ങൾ 377-ാമത്തെ പാട്ടുപാടാം. കീർത്തനം 377. യോഗ്യ സ്തുത പാടും
പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി വീണ്ടും സ്തോത്രം. ജീവന്റെ വചനം നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായിരിക്കാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ആവശ്യമായ ജ്ഞാനം നൽകി ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനത്തിൽ പ്രത്യാശയുടെ കാര്യമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിൽ വിശ്വസിക്കുക. യേശു കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ കർത്താവ് അവിടുന്ന് ആരാണ് എന്ന് അവിടെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആരാണ് യേശു കർത്താവ്? എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന യേശു ആരാണെന്ന് അവിടെ തന്നെ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്ന എന്നെ നിങ്ങൾ വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 6-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സ്ഥലത്തേക്ക്, ഇടത്തേക്ക് വരുവാനുള്ള വഴിയും, നിങ്ങൾക്ക് വരുവാനുള്ള വഴിയും ഞാൻ തന്നെയാണ് എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ യേശുവിൽ, ഈ വഴിയായ യേശുവിൽ, വഴിയും സത്യവും ജീവനുമായ എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. വഴിയായ എന്നെ വിശ്വസിക്കാം. സത്യമായ എന്നെ, ജീവനായ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാമോ എന്ന വലിയ ചോദ്യം, അതിൽ വിശ്വസിക്കുക എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം ഈ കാലത്തും വളരെ സംഗതമായ ഒരു വസ്തുതയാണ്, യാതൊരു സംശയമില്ല. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങളിലെല്ലാം തന്നെ വഴിയായ കർത്താവിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തെക്കുറിച്ചുള്ള വിവരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായതായ വിടുതലും തുടർന്നുള്ളതായ അവരുടെ പ്രയാണവും, വാഗ്ദത്ത ദേശത്തിലേക്ക് അടിമദേശത്തു നിന്നുള്ളതായ പ്രയാണം, ആ ഒരു യാത്രാ മധ്യേ, ആ ഒരു പുറപ്പാടിൽ യാത്ര ചെയ്തതായ ഇസ്രായേൽ ജനത്തിൻ്റെ സമ്മിശ്രമായ വികാരങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവിടെ മരുഭൂമി യാത്രയിൽ ഫറവോൻ അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. അടിമദേശത്ത് നിന്ന് വാഗ്ദത്തദേശത്തിലേക്കുള്ള പ്രയാണം ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ജനം അവർ ദേശത്ത് ഉഴലുന്നവരായിട്ടും മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നവരായിട്ടുമാണ് ഫറവോന്റെ വിചാരം. ഇത് അതിപ്രധാനമായ ഒരു വസ്തുതയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അടിമദേശത്ത് നിന്ന് വിടുതൽ പ്രാപിച്ചതായ, വിടുവിക്കപ്പെട്ടതായ ഇസ്രായേൽ ജനം അവിടെ പിന്തുടർന്ന് ഫറവോൻ സൈന്യം വരുന്നു. മുമ്പിൽ കടലാണ്, യാതൊരു വഴിയുമില്ല, മാർഗമില്ല. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ
എന്തായിരുന്നു അവരുടെ പ്രതികരണം? അവർ പെറുപെറുക്കുന്നുണ്ട്, അവർ നിലവിളിക്കുന്നുണ്ട്, അവർ ഭയപ്പെട്ട് നിലവിളിക്കുന്നതായ സാഹചര്യമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോശ എന്താണ് പറയുന്നത്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, നിങ്ങൾ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹി വിൽ ഫൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. അതുകൊണ്ട് യഹോവയായ ദൈവം അരുളി ചെയ്ത് 15-ാം വാക്യം, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വഴി അറിയാതെ ഭാരപ്പെടുന്നതായ, നിലവിളിക്കുന്നതായ, പെറുപെറുക്കുന്നതായ ഈ യാത്രക്കാരോട്, ഈ സമൂഹത്തോട് നീ പറയുക, മുമ്പോട്ട് പോകുവാൻ പറയുക. നമുക്കവിടെ കാണാം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ സാധ്യതകൾ. വഴിയില്ലാതിരുന്നതായ സാഹചര്യത്തിൽ കടലിൽ ഉണങ്ങിയ നിലമൊരുക്കി അവർക്ക് മാർഗം തുറന്നതായ, വഴി തുറന്നതായ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. ഈ പ്രത്യേക യാത്രയിൽ ദൈവം തൻ്റെ ജനത്തിന് വഴിയൊരുക്കി അവരെ നടത്തി എന്നാണല്ലോ നാം വായിക്കുന്നത്. ശത്രു അടുത്തു വന്നപ്പോൾ ദൂതൻ അവർക്ക് പിമ്പേ നടന്നു. ഇസ്രായേൽ മക്കൾക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അങ്ങനെ യഹോവയായ ദൈവം അവർക്ക് വഴിയൊരുക്കിയെന്ന് അവിടെ കാണും. എത്ര മനോഹരമായ നിലയിലാണ്, സാധ്യതയാണ് ദൈവം അവർക്ക് നൽകിയത് എന്ന് നാം വായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെയും അവർ വലിയ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വഴിയായ യേശുവിൽ വിശ്വസിക്കുക എന്ന് നാം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിശ്വാസം തന്നെയാണ്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ഈ വഴിയിൽ വിശ്വസിക്കുക, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിൽ വിശ്വസിക്കുക. വിശ്വസിക്കാതെ യാത്ര തുടരുവാൻ സാധ്യമാവുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരുമെന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. 116-ാം സംഘം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ യാത്ര തുടരുമെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. കാരണം എന്താണ്? നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. മരണപാശങ്ങളെ ചുറ്റിയപ്പോൾ, പാതാള വേദനകളെ പിടിച്ചപ്പോൾ, കഷ്ടവും സങ്കടവും അനുഭവിച്ചപ്പോൾ, ഞാൻ എളിമപ്പെട്ടപ്പോൾ നീ എന്നെ രക്ഷിച്ചു എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യഹോവയുടെ മുമ്പാകെ ജീവനുള്ള ദേശത്ത് നടക്കും. വിശ്വസിച്ച് സ്വതന്ത്രരായിരുന്ന യാത്രയെക്കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. യേശു കർത്താവ് ഓർപ്പിച്ചുവല്ലോ, എന്നിൽ വിശ്വസിപ്പിൻ. ഇന്ന് രണ്ടാം പാഠമായി വയ്ക്കേണ്ടിരുന്നതായ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായമാണ്. അവിടെ പൗലോസിനെയും ശീലാസിനെയും തടവിലാക്കിയ ശേഷം ആ ഒരു പ്രമാണി, ജയിൽ പ്രമാണി, അപ്പോസ്തലന്മാർ സ്വതന്ത്രരായി എന്ന് കണ്ടപ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കർത്താവിനെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ, അവർക്ക് വേണ്ടി അവിടെ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ, അവർ രക്ഷപ്പെട്ടപ്പോൾ, സ്വതന്ത്രരായപ്പോൾ, ആ സമയം കാരകരെ പ്രമാണി ഭ്രമിച്ചുകൊണ്ട് വന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30-ാം വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാനുള്ള മാർഗം എന്താണ്? എന്താണ് വഴി? അതാണ് ആ ജയിലർ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നതായ ചോദ്യം. യജമാനന്മാരെ, എന്ത് ചെയ്യണം രക്ഷപ്പെടുവാൻ? ഉള്ള മാർഗം എന്താണ്? അതിനുള്ള വഴി എന്താണ്? പൗലോസ് അവിടെ പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതാണ് മാർഗം, മറ്റു മാർഗമൊന്നുമില്ല. കാരണം ഈ കർത്താവ് ആരാണ്? അവൻ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. പിതാവിന്റെ വീടിനെ കുറിച്ച് മക്കൾക്കാണ് ഏറ്റവും ബോധ്യമുള്ളത്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ഏറ്റവും അവബോധമുള്ളത്, അവിടേക്കുള്ള വഴി അറിയാവുന്നത്, ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്.
ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ രക്ഷപ്പെടും. രക്ഷയ്ക്കുള്ള മാർഗം അതാണ് എന്ന് അപ്പോസ്തലന്മാർ അവിടെ ഓർപ്പിക്കും. ജയിൽ പ്രമാണി അപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടടക്കം സന്തോഷിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും സന്തോഷിച്ചു, അവർ വിശ്വസിച്ചു, അവർ സ്നാനമേറ്റു. വീടടക്കം അവർ സന്തോഷിച്ചു. കാരണം എന്താണ്? രക്ഷപ്പെടുവാനുള്ള, രക്ഷപ്രായപ്പാടുള്ള മാർഗം വഴി ഏതെന്ന് വിശ്വസിച്ചപ്പോൾ ഉണ്ടായതായ മഹാസന്തോഷമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ മനം ധ്യാനിക്കുന്നതായ ഈ പ്രത്യേക നിമിഷം, കർത്താവ് ഓർപ്പിക്കുന്നതായ ആ മഹത് വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ ചേർക്കും. നിങ്ങളെ ചേർക്കുവാൻ വരുന്ന എന്നെ വിശ്വസിക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുവാനുള്ള വഴിയായ എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഭ്രമിക്കേണ്ടതായ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ടതായ ആവശ്യമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഈ വഴിയായ ക്രിസ്തുവിൽ സമ്പൂർണമായി നിരുപാധികമായി നമുക്ക് വിശ്വസിക്കാം. യാതൊരു ബാധയും കൂടാതെ നമുക്ക് വിശ്വസിക്കാം. യജമാനന്മാരെ, രക്ഷാപ്രായപ്പാടുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചതായ ആ ഒരു ജയിലർക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രക്ഷാമാർഗം എന്നറിയിച്ചതായ അപ്പോസ്തലന്മാരുടെ പോലെ തന്നെ നമുക്കും ഈ മാർഗത്തിലൂടെ, ഈ രക്ഷാമാർഗത്തിലൂടെ, ഈ വഴിയായ ക്രിസ്തുവിലൂടെ മുൻപോട്ട് പോകാം. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാരണം യേശു പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ ഏകമാർഗം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ വിശ്വസിക്കുക, നമ്മെ അവൻ സ്വതന്ത്രരാക്കും. സംഘത്തിനേക്കാൾ ഓർപ്പിക്കുന്നുവല്ലോ, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു. ബന്ധന മുക്തരായി തീരുമ്പോൾ മാത്രമേ നമുക്ക് സ്വതന്ത്രരായി തന്നെ മുമ്പോട്ട് പോകുവാൻ സാധിക്കൂ. വിശ്വസിച്ച് സ്വതന്ത്രരായി പിതാവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വതന്ത്രരായി പിതാവിൻ്റെ വീട്ടിൽ മക്കൾ എത്തിച്ചേരുവാൻ പിതാവ് കാത്തിരിക്കുന്നു. അവിടുത്തെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വാസ്തലങ്ങൾ ഒരുക്കുന്നു. നമുക്ക് വിശ്വസിച്ച് സ്വതന്ത്രരായി കർത്താവിൻ്റെ കൃപയിൽ പ്രയാണം ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾ എത്രത്തോളം പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. വഴി ഏതെന്ന് നിശ്ചയമില്ലാതെ മനുഷ്യൻ ഈ ലോകത്തിൽ അലയുമ്പോൾ എല്ലാവർക്കും രക്ഷാമാർഗമായി സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ തന്ന് ഞങ്ങളെ നിത്യം സ്നേഹിച്ച ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, വഴിയും സത്യം ജീവിതമായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ധൈര്യമുള്ളവരായി സ്വതന്ത്രരായി തുടർന്ന് പ്രയാണം ചെയ്യുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തന്നെ ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഒരുമിച്ചേറ്റതെല്ലാം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജനിച്ച് ബുദ്ധിപൂർവ്വത്താൽ രക്ഷപ്പെട്ടു മരിച്ചുവടക്കപ്പെട്ടു. അവൻ പാപത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം തന്നെ അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ അവിടുന്ന് ചെയ്യുന്ന ചെയ്യും. വിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്നു.
ഈ പ്രത്യേക അനുഭവത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവമേ ദിനന്തോറും അവിടുത്തെ വലിയ കൃപ അനുഭവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ടോ. അതിനാ ദൈവത്തിന് നിന്നോട് സ്തോത്രം ചെയ്യാം. രോഗത്തിന്റെ പ്രയാസത്തിലടിയിൽ കഴിയുന്ന എല്ലാ സമൂഹത്തെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ ഭ്രമണത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കർത്താവെ വചനം ശ്രമിക്കുമ്പോഴും അതോടൊപ്പം കർത്താവെ നിങ്ങളുടെ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും അവിടുത്തെ തിരികെ സംസർഗം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും സമൂഹത്തെയും എല്ലാവരെയും കാത്തുവിചാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക രാഷ്ട്രങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിയൊരു ഭീതിയുടെ അനുഭവത്തിൽ കർത്താവെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വലിയ കൃപയാൽ എല്ലാവർക്കും വിടുതലും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗവ്യാപനത്തിന്റെ തോതൊക്കെ കുറഞ്ഞു വന്ന് കർത്താവ് വൈറസിന്റെ പ്രയാസങ്ങളൊക്കെയും മാറി പൂർണ്ണമായ ദൈവത്തിന്റെ ദിവ്യദൂതങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗത്തിനും വിടുതൽ നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാകുന്നുണ്ടോ. ആ കർത്താവെ അവിടുന്ന് തന്നെ രോഗവ്യാപനത്തിന്റെ തോതുകളൊക്കെ കുറച്ചുകൊണ്ട് പൂർണ്ണാസൗഖ്യത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ ആരാധിക്കുന്ന അനുഗ്രഹീയ സമൂഹമായി കർത്താവെ മണിവീഴാക്കുകയും എല്ലാവരെയും ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും അവിടുന്ന് മാത്രമാകുന്നു എന്ന് തിരുവനന്തപുരത്തോടെ ഞങ്ങളെ ഓർപ്പിക്കുന്നവർക്ക് നിന്നോട് ശ്രദ്ധിക്കുന്നു. ആ സത്യദൈവത്തെ ആരാധിച്ച് ദൈവനാമത്തിനാൽ ജീവിക്കാമെന്ന് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ലഭിക്കാൻ ദിനംതോറും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവ് എല്ലാ രാഷ്ട്രങ്ങളെയും കൂടിയ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ത്യ രാജ്യത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. രോഗഭീതിയാൽ പ്രയാസം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ കർത്താവെ വിടുതൽ ആശ്വാസം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പൂർണ്ണ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കേരള സംസ്ഥാനത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രയാസത്തിലായിരിക്കുന്നു കർത്താവെ സംസ്ഥാനങ്ങൾ എന്നിവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദയാകർത്താവെ ഭരണ സംവിധാനത്തെയും ചികിത്സാ സംവിധാനങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ സംയോജിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കർത്താവെ ദൈവനാമത്തിനായി തീരുവാൻ അതോടൊപ്പം ജനങ്ങൾക്ക് കർത്താവെ സമൂഹത്തിന് ആശ്വാസകരമായി തീരുവാനോടൊന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഇതുവരെയും കാത്തുവിചാരിച്ച സർവശക്തനായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഇനിയും ഉണ്ടാകുവാനോടൊന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കൃപയാൽ എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മഹാവിദ്യാലയങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സഭകളെയും സഭ എല്ലാവരെയും നമുക്ക് ഓർക്കാം. പലവിധമായിരിക്കുന്ന രോഗവും ഭാരവും പ്രയാസം അനുഭവിക്കുന്നവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യാം. എല്ലാ ഭാഗങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. നേരിടുന്നവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കൗൺസിലങ്ങൾ കമ്മിറ്റികൾക്കൊക്കെ മൈക്രോ ഓപ്പറേറ്ററിനൊക്കെ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സംഘടനകളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭ്യമായി തീരാൻ എല്ലാവർക്കും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംഘടനയ്ക്ക് നിലവിലെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർ താഴെ കൃത്യമായ ഉത്തരവാദിത്വം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാവിശ്വാസികൾ സമൂഹത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. വീടുമായി ഇടങ്ങളിൽ കഴിയുന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാ വിശ്വാസ സമൂഹത്തിനും അനുഗ്രഹമായി തീരാൻ അവിടുന്ന് സഹായിക്കണമേ. വിടുതലിന്റെ ആത്മാവിനെ അയച്ച് സൗഖ്യത്തിന്റെ ആത്മാവിനെ അയച്ച് അവിടെ നിന്നവരെയും രൂപാന്തരപ്പെടുത്തി കർത്താവിനായി നിലനിൽക്കുന്ന അനുഗ്രഹിക്കുന്ന സമൂഹമായി തീരാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലെയും നമുക്ക് സമർപ്പിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, മറ്റു ക്ലേശത്തിലായിരിക്കുന്ന എന്നിവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദിവ്യ സംരക്ഷണയും കീഴിൽ എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ സംരക്ഷണയും കീഴിൽ എപ്പോഴും അയപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേശത്ത് വസിക്കുന്നവരിൽ കൂടി ഓർക്കാം. എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യമായിരിക്കുന്ന വാർത്തകളാ ദൈവമേ, ഇതുവരെയും ഞങ്ങളായിരിക്കുന്ന ഭദ്രകരമായി കാത്തുവിടുവാൻ
ഇന്ത്യ രാജ്യത്തെ വിവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേരള സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെയുള്ള ഭരണ സംവിധാനം, അതോടൊപ്പം ആരോഗ്യ പരിപാലന മേഖല ഇവയൊക്കെയും അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തു വിചാരിക്കണമേ. ഇനിയും കർത്താവേ, സമൂഹത്തിന് ആവശ്യമായ അനുഗ്രഹീത ശുശ്രൂഷകൾ ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹത്തെ അവർക്ക് നൽകുമാറാകണമേ. രോഗവ്യാപനത്തിന്റെ തോതുകൾ കർത്താവേ ദിനംതോറും കുറഞ്ഞു വരുവാൻ, പൂർണ്ണമായി മാറ്റപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ രക്തങ്ങളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി നിങ്ങളുടെ സ്തോത്രം. കർത്താവേ, സകല വിശ്വാസ സമൂഹത്തിനെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭരണ സംവിധാന മേഖലകളെയും അതോടൊപ്പം കർത്താവേ നിലവിലെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ദൈവരായി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഭദ്രകരമായ കാവശ്യമേ, രോഗികളായി ഭാരപ്പെടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, മറ്റു ദുരിതത്തിലായിരിക്കുന്നവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആശ്വാസം വിടുതലും ദൈവമായിരിക്കാൻ നിന്നോട് സ്തോത്രം. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുവിനെ ആശ്രമിച്ച് ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. വിമോചനം നൽകുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമായിരിക്കാൻ നിന്നോട് സ്തുതിക്കുന്നു. ദൈവത്തിൽ ആശ്രയം പ്രാപിച്ച് മോചനത്തോടെ ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ രക്തങ്ങളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ. അവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങളുമായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവിടുത്തെ സന്നിധിയിൽ ആശ്രയിച്ച് നിലനിൽക്കാവുന്നവരെയും സഹായിക്കുകയും ശക്തിയേക്കുകയും ചെയ്യണമെന്ന് യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആദർശിക്കുന്ന നന്മകളെയും ഓർത്തുണ്ട് പൊതുവെയുള്ള ആശ്വാസ പ്രാർത്ഥന നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം. കർത്താവ്